വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 5 മണ്ഡലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 5 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 5 മണ്ഡലങ്ങളാണ്. അതായത് അവിടെ ഒന്ന് പരമാവധി പരിശ്രമിച്ച് മികച്ച സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി നല്ല പ്രചരണം കാഴ്ചവെക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ 5 മണ്ഡലങ്ങളിലും ബി.ജെ.പിക്ക് ജയിക്കാൻ പറ്റുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതിൽ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നേമത്താണ്. നേമമാണ് 1-ാം നമ്പർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പിന്നെ വട്ടിയൂർക്കാവുണ്ട്, കഴക്കൂട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 3 മണ്ഡലങ്ങൾ ഇത്തവണ ഏത് വിധേനയും ബി.ജെ.പിക്ക് പിടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് വേണ്ടത്. കാരണം ഈ 3 മണ്ഡലങ്ങളിലും നിലവിൽ കോർപ്പറേഷനിലെ ഭരണമൊക്കെ നേടിയതിനു ശേഷം ഒരു അനുകൂല സാഹചര്യം ബി.ജെ.പിക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മഞ്ചേശ്വരം മണ്ഡലമാണ്. കെ സുരേന്ദ്രൻ വീണ്ടും മഞ്ചേശ്വരത്ത് വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം 2 തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട മണ്ഡലമാണ്. 1991 മുതൽ ഒരു തവണ ഒഴിച്ച് തുടർച്ചയായിട്ട് 2-ാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരം ഇത്തവണ പിടിച്ചിരിക്കും എന്നുള്ള രീതിയിലാണ് ബി.ജെ.പി മുന്നോട്ട് പോകുന്നത്. പിന്നെ മറ്റൊരു മണ്ഡലം, ഈ 5 മണ്ഡലങ്ങളിൽ മറ്റൊരു സാധ്യതയുള്ള വേണമെങ്കിൽ ജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലം പാലക്കാടാണ്. കാരണം പാലക്കാട് ഇത്തവണ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊക്കെ ആയിട്ട് കോൺഗ്രസ് ഒന്ന് ബാക്ക് ഫുട്ടിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി.ജെ.പിക്ക് അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പേര് ആലപ്പുഴയിലെ 2 മണ്ഡലങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കായംകുളം കേൾക്കുന്നുണ്ട്, അരൂര് കേൾക്കുന്നുണ്ട്, അതുകൂടാതെ വട്ടിയൂർക്കാവ് പോലും കേൾക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ശോഭാ സുരേന്ദ്രനെയൊക്കെ പോലുള്ള ഒരു നല്ല സ്ഥാനാർത്ഥി പാലക്കാട് വരികയാണെങ്കിൽ ബി.ജെ.പിക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റുന്നൊരു മണ്ഡലം തന്നെയാണ് അത്. അപ്പോൾ ഇതാണ് സാഹചര്യം. ഇപ്പോൾ ബി.ജെ.പി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നേമത്തിലേക്ക് വരികയാണെങ്കിൽ നേമം രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലായ സ്ഥിതിക്ക് ആ രീതിയിലുള്ള ഒരു പ്രചരണം തന്നെയാണ് ബി.ജെ.പി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നേമത്തൊരു വലിയ തരംഗം ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കോർപ്പറേഷൻ ഭരണം കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ബി.ജെ.പി ഭരണം പിടിച്ചപ്പോൾ അതിലൊരു നിർണായക ശക്തിയായിട്ട് നിന്നത് നേമത്തെ വാർഡുകളായിരുന്നു. നേമത്തെ 27 വാർഡുകളിൽ 17 വാർഡുകളിലും ബി.ജെ.പിക്ക് ജയിക്കാൻ സാധിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖറിന് 22,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നേമം മണ്ഡലം നൽകിയത്. പിന്നെ ബി.ജെ.പി ചരിത്രത്തിൽ ആദ്യമായിട്ട് താമര വിരിയിച്ച മണ്ഡലമാണ് 2016. കഴിഞ്ഞ തവണയാണെങ്കിലും 2-ാം സ്ഥാനത്ത് എത്താൻ ബി.ജെ.പിക്ക് സാധിച്ചിരുന്നു. അപ്പം കണക്കുകളെല്ലാം ബി.ജെ.പിക്ക് അനുകൂലമാണ്. നേമത്ത് മറ്റൊരു അനുകൂല ഘടകം ഒരുപാട് ജനകീയരായിട്ടുള്ള നേതാക്കൾ, പ്രാദേശിക നേതാക്കളുള്ള ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ രാജീവ് ചന്ദ്രശേഖരനാണെങ്കിൽ നല്ലൊരു ഇമേജ് ഉണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അദ്ദേഹം പണിയെടുക്കുന്നു. കുറേ കാലമായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അനുകൂല ഒരു സാഹചര്യം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ളൊരു ലീഡർ, ദേശീയ ലീഡർ എന്നുള്ളൊരു ഇമേജ് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമാകുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ബി.ജെ.പി നിൽക്കുന്നത്. അപ്പം നല്ല രീതിയിലുള്ള ഒരു പ്രചരണം, അതിനൊപ്പം തന്നെ ടാക്റ്റിക്കലി ബി.ജെ.പിക്ക് എതിരെ വോട്ടുകൾ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു ഊർജ്ജവും ആ രീതിയിലുള്ള ഒരു റിസൾട്ട് ബി.ജെ.പി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നിയമം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ടെക്നിക്കലി കുറച്ചും കൂടെ സാധ്യതയുള്ളത് വട്ടിയൂർക്കാവല്ല, കഴക്കൂട്ടാണ്. കാരണം കഴക്കൂട്ടത്ത് വി മുരളീധരൻ കുറേ കാലമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് 10,000-ത്തിലധികം ഭൂരിപക്ഷം നേടാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചിരുന്നു. ബി.ജെ.പി കഴിഞ്ഞ തവണ 2-ാം സ്ഥാനത്ത് വന്ന മണ്ഡലം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പം കഴക്കൂട്ടത്ത് കുറേ കാലമായിട്ട് ബി.ജെ.പിക്ക് ഒരു വലിയ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടത്തെ ബി.ജെ.പി നടത്തിയ മുന്നേറ്റം, സീറ്റ് നില ഏതാണ്ട് 2 ഇരട്ടിയാക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിരുന്നു. അതാണ് കോർപ്പറേഷൻ പിടിക്കുന്നതിൽ നിർണായകമായത്. അപ്പോൾ കഴക്കൂട്ടത്ത് വി മുരളീധരൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം വളരെ സുപരിചിതനാണ്. പിന്നെ പല ഇടതു കോട്ടകളും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണിരുന്നു. കടകംപള്ളിയുടെ വാർഡ് ഉൾപ്പെടെ വീണിരുന്നു. അതെല്ലാം ബി.ജെ.പിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പം കഴക്കൂട്ടം ഇത്തവണ നല്ലൊരു സാധ്യതയുള്ള മണ്ഡലം തന്നെയാണ് ബി.ജെ.പിയെ സംബന്ധിച്ച്. വേണമെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റുന്നൊരു മണ്ഡലം തന്നെയാണ്. പിന്നെ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വട്ടിയൂർക്കാവ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 1-ാം സ്ഥാനത്തെത്തിയ ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ 2 മണ്ഡലത്തിലാണ് സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് 1-ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചത്. ഒന്ന് നേമം, പിന്നെ ഒന്ന് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തവണ ബി.ജെ.പി 2-ാം സ്ഥാനത്തായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതുമാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 8,000-ത്തിലധികം ഭൂരിപക്ഷം രാജീവ് ചന്ദ്രശേഖരന് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. അപ്പോൾ വട്ടിയൂർക്കാവ് ബി.ജെ.പിക്ക് ജയിക്കാൻ പറ്റുന്ന മണ്ഡലം തന്നെയാണ്. പക്ഷെ ഒരൊറ്റ പ്രശ്നമുള്ളൂ, മികച്ച ഒരു സ്ഥാനാർത്ഥിയെ വേണം അവിടെ നിർത്താൻ. ഇപ്പം കഴക്കൂട്ടത്താണെങ്കിൽ മുരളീധരനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നേമത്താണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ആണെന്നുള്ള കാര്യവും
വ്യക്തമാണ്. അപ്പോൾ ഇവരെല്ലാം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ വട്ടിയൂർക്കാവും ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് BJP നടത്തണമായിരുന്നു. പക്ഷെ അത് നടന്നിട്ടില്ല. ഇതുവരെ ഒരു സ്ഥാനാർത്ഥി കുറിച്ചുള്ള ഒരു ഐഡിയ ആർക്കും കിട്ടുന്നില്ല. ഒരുപാട് റൂമറുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രനൊക്കെ ഒരു മികച്ച കാൻഡിഡേറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ സുരേന്ദ്രൻ്റെ പേര് കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ സുരേന്ദ്രൻ മഞ്ചേശ്വരത്താണ് മത്സരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മികച്ച ലീഡർ വേണം. കാരണം BJP RSS കേഡറിനിടയിൽ നല്ല ആവേശം വിതറാൻ പറ്റുന്ന, അതേസമയം തന്നെ കുറച്ച് എക്സ്ട്രാ വോട്ടുകൾ കൊണ്ടുവരാൻ പറ്റുന്നൊരു ലീഡറായിരിക്കണം വട്ടിയൂർക്കാവിൽ BJPക്കായിട്ട് മത്സരിക്കേണ്ടത്. പിന്നെ മറ്റ് മണ്ഡലങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മഞ്ചേശ്വരം BJPക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 തവണ നഷ്ടപ്പെട്ട, കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പം ഇത്തവണ കെ സുരേന്ദ്രൻ വീണ്ടും ഇറങ്ങുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ട്. കെ സുരേന്ദ്രൻ ഇറങ്ങും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം അവിടെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 1000-ന് താഴെ വോട്ടുകൾക്കാണ് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പരാജയപ്പെട്ടത്. അതിനു മുമ്പ് വെറും 89 വോട്ടുകൾക്ക്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ വിവാദമൊക്കെ വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ തന്നെ സമ്മതിച്ചിരുന്നു, അതായത് LDFൻ്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് മഞ്ചേശ്വരത്ത് തുടർച്ചയായിട്ട് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ UDF ജയിക്കുന്നത്. നമുക്കറിയാം 1991 മുതൽ 87 മുതൽ ഒരു തവണ ഒഴിച്ച് എല്ലാ സമയത്തും BJP 2ാം സ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് വന്നിട്ടുണ്ട്. 2006 മാത്രമാണ് 3ാം സ്ഥാനത്തേക്ക് പോയത്. അപ്പോൾ ശരിക്കും BJP അവിടെ തോൽക്കാൻ കാരണം ഈ പറയുന്ന അവസാന നിമിഷത്തെ ക്രോസ് വോട്ടിംഗ് ഒക്കെ തന്നെയാണ്. അതുകൂടാതെ മുസ്ലിം വിഭാഗക്കാർക്കിടയിലുള്ള ഒരു ടാക്ടിക്കൽ വോട്ടിംഗ് ഒക്കെ അവിടെ നടക്കാറുണ്ട്. അപ്പോൾ അതാണ് സംഭവം. പക്ഷേ ഇത്തവണ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നിലവിൽ മുസ്ലിം ലീഗും LDFും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ, അത് സംബന്ധിച്ചുള്ള വാക്ക് പോരുകൾ, അപ്പോൾ ഇതെല്ലാം ഒരു ഘടകമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതൊന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ BJPക്ക് സാധിക്കില്ല. BJPയെ സംബന്ധിച്ച് പരമാവധി വോട്ട് മാക്സിമം പിടിച്ച് വിജയത്തിലെത്തുക എന്നത് തന്നെയാണ്. കെ സുരേന്ദ്രൻ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. 10,000-ഉം 12,000 വോട്ടുകളൊക്കെ എഡീഷണൽ ആയിട്ട് പിടിച്ചിട്ട് പോലും ജയിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ ക്രോസ് വോട്ടിങ്ങും ടാക്ടിക്കൽ വോട്ടിങ്ങും ഒക്കെ കൊണ്ടാണെന്ന് സുരേന്ദ്രൻ തന്നെ വിശദമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മഞ്ചേശ്വരത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുള്ള ഒരു ലീഡറാണ് കെ സുരേന്ദ്രൻ. അപ്പോൾ അദ്ദേഹം ഇത്തവണ മത്സരിക്കുമ്പോൾ ഒരു പുതിയ സാഹചര്യത്തിൽ അതൊരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ പൊതുവെ പ്രവർത്തകർക്കിടയിലുണ്ട്. പിന്നെ CPM ആണെങ്കിൽ ഇത്തവണ LDF ഒരു പൊതു സ്വതന്ത്രനെ നിർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് വോട്ട്, ഈ മുസ്ലിം വോട്ട് കുറച്ച് ഈ പൊതു സ്വതന്ത്രം പിടിക്കുകയാണെങ്കിൽ അത് BJPക്ക് അനുകൂലമായിട്ട് മാറും. പിന്നെ വരുന്ന മണ്ഡലം, നമ്മൾ ഈ 5 മണ്ഡലങ്ങളിൽ 5ാമതെന്നൊക്കെ പറയുന്ന ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മണ്ഡലം പാലക്കാടാണ്. പാലക്കാട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലൊക്കെ കോൺഗ്രസ് ഒരു മുഖം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. പിന്നെ അതുകൂടാതെ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നില്ല. ഷാഫി പറമ്പിൽ ഇത്തവണ മത്സരിക്കില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച, അതായത് MP-മാരൊന്നും മത്സരിക്കേണ്ടതെന്നാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. എന്നാലും പൂർണ്ണമായിട്ട് നമുക്കതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ ഷാഫി ഇറങ്ങിയേക്കാം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ BJPക്ക് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കിട്ടാവുന്ന മണ്ഡലം തന്നെയാണ്. പക്ഷെ നല്ല ഊർജിതമായിട്ടുള്ള പ്രചരണം വേണം. പിന്നെ അവിടുത്തെ വിഭാഗീയതകളൊക്കെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് രംഗത്തിറങ്ങിയാൽ ഒരു സർപ്രൈസ് ഉണ്ടാക്കാൻ പറ്റുന്ന മണ്ഡലം തന്നെയാണ് പാലക്കാട്. അപ്പോൾ ഈ 5 മണ്ഡലങ്ങളാണ് BJPക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പിന്നെ പാലക്കാട്. ഈ 5 മണ്ഡലങ്ങൾ BJPക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലങ്ങൾ. ഒരു ടോപ്പ് 5 എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുള്ളൂ. അത് കൂടാതെ തന്നെ ഒരു 10-15 മണ്ഡലങ്ങളിൽ BJPക്ക് വ്യക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാനും ഒരു പക്ഷേ ഒരു അട്ടിമറി ജയം നേടാനുള്ള കപ്പാസിറ്റിയൊക്കെ ഉള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഒരുപാട് മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി 1ാമത് എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ, ഒല്ലൂർ, പുതുക്കാട്, മണലൂർ, അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു 6-7 മണ്ഡലങ്ങളിൽ BJP 1ാമത് എത്തിയിട്ടുണ്ട്. പക്ഷെ അത് ആ ഒരു പാറ്റേൺ അല്ല ഇപ്പം നിയമസഭ ഇലക്ഷനിൽ വരുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിൽ നിർണായക സ്വാധീനമുള്ള ഒരുപാട് മണ്ഡലങ്ങൾ BJPക്ക് ഉണ്ട്. അപ്പോൾ നല്ലൊരു സ്ഥാനാർത്ഥി, ഒരു ഹൈ പ്രൊഫൈലായുള്ള സ്ഥാനാർത്ഥി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഫീൽഡ് ചെയ്യുകയാണ്, ഇപ്പോൾ തൃശ്ശൂർ ഉൾപ്പെടെ, ചിലപ്പോൾ വേണമെങ്കിൽ ഒരു അട്ടിമറി വിജയമൊക്കെ BJPക്ക് നേടാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ തന്നെ കാസർഗോഡ് ഇത്തവണയും പ്രതീക്ഷയുണ്ട്. 2ാം സ്ഥാനം എന്തായാലും ഉറപ്പാണ്. അതുകൂടാതെ ചാത്തന്നൂരുണ്ട്, അങ്ങനെയുള്ള മണ്ഡലങ്ങളുണ്ട്. ആലപ്പുഴ ജില്ലയിൽ തന്നെ ചെങ്ങന്നൂർ വലിയ സ്കോപ്പുള്ള ഒരു മണ്ഡലമാണ്. കായംകുളത്ത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പേര് അവിടെയും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മണ്ഡലങ്ങൾ വേറെ ഉണ്ട്. പക്ഷെ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 മണ്ഡലങ്ങളെങ്കിലും BJPക്ക് ജയിക്കാൻ സാധിക്കും. ആ ഒരു 5 മണ്ഡലങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്.